തിരുവനന്തപുരം വട്ടപ്പാറ ജംഗ്ഷന് വളരെയേറെ അടുത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 3 വർഷം പഴക്കമായിട്ടുള്ള സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവർ തന്നെ നിർമ്മിച്ചൊരു വീടാണ്. എങ്ങനെയാ വെച്ചാൽ അവർ സിറ്റി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഡെയിലി അവിടെ നിന്ന് ട്രാവലിംഗ് കുറച്ച് ദൂരം ആയതുകൊണ്ടാണ് ഈ വീട് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്ന് നെടുമങ്ങാട് റൂട്ടിലേക്ക് ജസ്റ്റ് കയറുമ്പോൾ തന്നെ വലത്തോട്ട് കമുകറക്കോണം റോഡ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിനകത്തേക്ക് ഏകദേശം 300 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയായി. ആ റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ ലെഫ്റ്റിലോട്ടൊരു കട്ടുണ്ട്. അതിങ്ങനെ കയറി വരുമ്പോൾ ഇതുപോലെ വീടുകളൊക്കെ ഉള്ള ലൊക്കേഷൻ കാണാം. ഇത് അവിടെ തന്നെ ഒരു ലാൻഡ് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് വീണ്ടും മേളിലേക്ക് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ബോർഡ് നോക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ടോട്ടലായിട്ട് 5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീടാണ്. അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. മുൻവശത്ത് നോക്കിയാൽ നമുക്ക് 2 കാറുകൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മുറ്റം, വലിയൊരു മുറ്റം തന്നെ വരുന്നുണ്ട്. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത്. മുൻവശത്തുള്ള വാതിലൊക്കെ ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ്. ഇതിൽ കാണുന്ന ഫർണിച്ചർ അവർ മാറ്റുന്നുണ്ടാവും. അല്ലാണ്ട് ഇതിലൊരു റൂമിൽ AC ഒക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ്. സീലിങ്ങിലൊക്കെ നോക്കി ഈ രീതിയിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു 3 വർഷത്തെ പഴക്കമൊന്നും തോന്നത്തില്ല കേട്ടോ. ആ രീതിയിലാണ് വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. നിലവിൽ ഉടമ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ അവർക്ക് കാലിന് ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഡ്രൈവ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ സെയിലിൽ വന്നിട്ടുള്ളത്. പിന്നെ മകൻ വന്നിട്ട് KVയിൽ പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ആ സിറ്റി ബേസിൽ ചുറ്റുവട്ടത്തായിട്ട് ഒരു വീട് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കിച്ചൺ. അവിടെ നിന്ന് പിൻവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല സ്ഥലം കിട്ടുന്നുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറും ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും എടുത്തിട്ടുണ്ട്. ഈ കിണറ്റുകളിലായാലും നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനം എല്ലാം മേളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഞാൻ മേളിൽ പോകുമ്പോൾ കാണിച്ചു തരാം. ഈ രീതിയിലാണ് പിൻവശം വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു അടുക്കള തോട്ടത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മുടെ താഴത്തെ നിലയിൽ തന്നെയാണ് 2 ബെഡ്റൂംസും വരുന്നത് കേട്ടോ. 2 റൂമുകളും വന്നിട്ട് അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ്. ഈ രീതിയിൽ നമുക്ക് ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കാണാൻ സാധിക്കും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് നല്ല പ്രീമിയം ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ റെനോവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. നേരിട്ടങ്ങ് വന്ന് താമസിച്ചാൽ മതി. എല്ലാ സൗകര്യങ്ങളോടും കൂടി ചുറ്റപ്പെട്ട അടിപൊളി ഒരു ലൊക്കേഷനിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം. വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആണ്. ഇതിൽ കാണുന്ന ഈ കട്ടിൽ ഇതെല്ലാം അവർ കൊണ്ടുപോകുന്നുണ്ടാവും കേട്ടോ. ഫർണിച്ചർ എല്ലാം അവർ മാറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രൈസേ പ്രോപ്പർട്ടി ചോദിച്ചിട്ടുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് ഉണ്ട്. ഈ കോമൺ സ്പേസിൽ നിന്ന് നമുക്കൊരു ബെഡ്റൂം, പിന്നെ ബാൽക്കണി, പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ്, ഈ രീതിയിലാണ് ആക്സസ് വരുന്നത്. ഇതാണ് നമ്മുടെ മേളത്തെ നിലയിലെ ബെഡ്റൂം. ഇതിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു AC ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വിലയിൽ ഉൾപ്പെടുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. സാധാരണഗതിയിൽ നമ്മൾ പല വീടുകളും സെയിലിടുന്ന സമയത്ത് ഞാൻ പറയും ഓപ്പൺ ടെറസിൽ ഇതുപോലെ റൂഫൊക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് തുണിയൊക്കെ ഉണങ്ങാൻ ഇടാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറയും. ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തുകൊണ്ട് തന്നെ ഇവിടെയും റൂഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെറസിലും റൂഫ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഞാൻ ടെറസ് കൂടെ കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ട് തുണി നനയ്ക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ, അതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിലുള്ള പ്രൊവിഷൻ നമുക്ക് താഴത്തെ നിലയിലും കാണാൻ സാധിക്കും. ഇനി മേളിലൂടെ കാണിച്ചു തരാം. നമ്മുടെ ടെറസിലേക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട്, അതായത് നമ്മുടെ പൈപ്പ് കണക്ഷനിൽ നിന്ന് വരുന്ന വെള്ളമായാലും കിണറ്റിൽ നിന്നുള്ള വെള്ളമായാലും ഈ ഒരു ഫിൽട്രേഷൻ യൂണിറ്റിലൂടെ കടന്നിട്ടായിരിക്കും നമുക്ക് ടാങ്കിലേക്ക് വരുന്നത്. എങ്ങനെയാ വെച്ചാൽ ഇവിടുത്തെ കിണറ്റിലെ വെള്ളം നല്ല വെള്ളം തന്നെയാണ്. പക്ഷേ അവർ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഫിൽട്രേഷൻ യൂണിറ്റും കൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് അതിനകത്തുള്ള മെറ്റീരിയലെല്ലാം മാറ്റി പുത്തനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 വർഷത്തേക്ക് നിങ്ങളത് തിരിഞ്ഞു നോക്കണ്ട. അത് ആ രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മേളിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണമെങ്കിൽ തന്നെയും റൂഫ് ചെയ്തിട്ടുള്ളത് കൊണ്ട് സേഫായിട്ട് ഇവിടെ കൊണ്ടുവന്നിടാം. നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഈ കാണുന്ന പോലെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട്. ബാൽക്കണി എന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. നമുക്ക് ചുറ്റോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. നമുക്ക് ഈ സൈഡിലേക്ക് എല്ലാം വീടുകളാണ്. നമുക്ക് വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബസ് കയറണമെന്നുണ്ടെങ്കിലും നമുക്ക്, അതായത് സിറ്റിക്കകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈസിലി ചെന്നെത്താൻ പറ്റുന്ന രീതിയിൽ ബസ്സുകൾ ഒത്തിരിയുള്ള മെയിൻ ജംഗ്ഷൻ, വട്ടപ്പാറ മെയിൻ ജംഗ്ഷനിലേക്ക് നമുക്കിങ്ങനെ നടന്ന് കയറാം. ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ
ആക്സസ്. ഇവിടെ നിന്ന് PMS ദന്തൽ കോളേജിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ, SUT മെഡിക്കൽ കോളേജ് ഏകദേശം 3 കിലോമീറ്റർ. ആ രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ലൊക്കേഷൻ. ഈ പ്രോപ്പർട്ടി ചോദിച്ചിരിക്കുന്ന വിലയാണ് ഹൈലൈറ്റ്. 68 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്ന വില കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ഈ ചുറ്റുവട്ടത്ത് തന്നെ വേറെ ലാൻഡ് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബോർഡ് കാണും. അപ്പോൾ അതിലൊക്കെ വിളിച്ച് നോക്കിയാൽ നമുക്ക് ഈ ലൊക്കേഷനിലെ പ്രൈസ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രൈസിന് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. വേഗം പിടിച്ച് ഡീലായിരിക്കാം.